വയറിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ കൈകാലുകളിലെ വിരലുകൾ മുറിച്ചു മാറ്റിയ നീതുവിൻ്റെ വാർത്ത പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. കഴക്കൂട്ടം കോസ്മെറ്റിക് ഹോസ്പിറ്റലിൽ ഫെബ്രുവരി 22 നടത്തിയ ശസ്ത്രക്രിയ നടന്നത്. നീതുവിൻ്റെ ഭർത്താവിൻ്റെ പരാതിയിൽ കോസ്മെറ്റിക് ഹോസ്പിറ്റലിൽ പരാതിയും കേസും എടുത്തിട്ടുണ്ട്. നീതു ചേരുന്നുണ്ട്. നീതു, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ദീർഘനാളത്തെ ചികിത്സ, വെന്റിലേറ്റർ അനുഭവം, 9 വിരലുകൾ, അങ്ങനെ ഒരു സങ്കടകാലത്തിന് ശേഷമാണ് നീതു സംസാരിക്കുന്നത്. അതിൽ കേസൊക്കെ എടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്തായി എന്നുപോലെ അറിയുമോ നീതു? അതെ, ഈ ശനിയാഴ്ച 21-ാം തീയതി അതിൻ്റെ സംസ്ഥാനതല കമ്മിറ്റി കൂടുകയാണ്. അപ്പോൾ അതിലാണ് നമുക്കിനി അറിയാൻ പറ്റുന്ന ആദ്യത്തെ റിപ്പോർട്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇനി അടുത്ത കമ്മിറ്റി കൂടുന്നത്. അത് എത്തിക്സ് കമ്മിറ്റി റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് അടുത്ത കമ്മിറ്റി കൂടുന്നത്. അപ്പോൾ അതിലിനി അറിയാൻ പറ്റും ഇത് ഒരു ചികിത്സാ പിഴവാണോ അല്ലേന്ന് അതിലാണ് അറിയാൻ പറ്റുന്നത്. അവരിനി കമ്മിറ്റി കൂടി പറയണം. കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല ആരും. 1, 2, 3 അല്ല, കുറേ വിരൽ പോയി, കയ്യിലും കാലിലും ഒക്കെ ആയി. അത് അക്രമമാണ്. അപ്പോൾ ഇപ്പോൾ ആരോഗ്യം എങ്ങനെയാണ്? മൊത്തത്തിൽ ദീർഘനാളത്തെ ചികിത്സയായിരുന്നല്ലോ. അതെ, ഇപ്പോൾ സർജറി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കൈ വിരലുകളൊക്കെ ചെറുതായിട്ടൊന്ന് മടങ്ങിയിട്ടാണ്, ഈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചെറിയ പോർഷൻസൊക്കെ മടങ്ങിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നൂത്തെടുക്കണം. കാലൊക്കെ നടക്കാനുള്ളൊരു എല്ലാം സ്റ്റേബിളായിട്ട് നടക്കാൻ ഒരു ഇതും കൂടെ വേണം. അപ്പോൾ അതിന് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു റിക്കവറി സ്റ്റേജിലാണ്. അതെ, തീർച്ചയായിട്ടും റിക്കവറി സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുന്നു. നീതു, ഈ ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പിന്നീട് മാധ്യമങ്ങളോടൊക്കെ അവർ വ്യക്തമാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല സത്യാവസ്ഥ എന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. നീതുവിന് എങ്ങനെയായിരുന്നു ഈ അനുഭവം? അത് തീർച്ചയായിട്ടും നീതുവിൻ്റെ വിരലുകൾ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച്, എന്നാലും ആ ഒരു അനുഭവം അത് എങ്ങനെയായിരുന്നു എന്നാണ് നീതു ഓർക്കുന്നത്? അതായത് എനിക്കെന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് എനിക്ക് ഈ സർജറി നടക്കുന്നത്. ശനിയാഴ്ച സർജറി കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ അവരെന്നെ ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ ഇതൊരു ജനറൽ അനസ്തേഷ്യ തന്നൊരു സർജറിയാണ്. അപ്പോൾ ഒരു 24 മണിക്കൂർ എന്നെ ഒബ്സർവേഷൻ ഇടാതെയാണ് അവരെന്നെ വിട്ടത്. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. പിന്നീട് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത് ജനറൽ അനസ്തേഷ്യ തന്ന സർജറിക്ക് ഇത്രയും മണിക്കൂർ ഒരു ഒബ്സർവേഷൻ വേണമെന്ന്. ശരി, എന്നാൽ അവർ നേരത്തെ വിട്ടു, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഞായറാഴ്ച എന്നെ രാവിലെ വിട്ട് വീട്ടിൽ വന്ന് ആഹാരം കഴിച്ച് ഉച്ചയൊക്കെ ആയപ്പോൾ ആഹാരം കഴിച്ച് ഒരു കഞ്ഞിയൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു വൊമിറ്റിംഗ് പോലെയൊക്കെ ഉണ്ടായി, ക്ഷീണമായിട്ടൊക്കെ തുടങ്ങി. നമ്മൾ അപ്പോഴും തന്നെ അവരെ ഇൻഫോം ചെയ്താൽ എനിക്കിങ്ങനെ ഒരു ക്ഷീണമാണ്. അപ്പോൾ അവർ പറഞ്ഞ് അതിപ്പോൾ സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു ക്ഷീണമാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഈ ക്ഷീണം കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു തലകറക്കം പോലെയൊക്കെ വരുന്ന ഒരു കാര്യമൊക്കെ വന്നപ്പോഴത്തേക്ക് അവരെ വീണ്ടും വിളിച്ചറിയിച്ചു. നമ്മളങ്ങനെ കണ്ടിന്യൂസ്ലി അവരെ വിളിച്ചറിയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഇത് നോർമലാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനത്തെ സർജറി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ബ്ലഡ് ലോസ് ഒക്കെ വരും, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമാണ്, ചിലർക്ക് അങ്ങനെ വരാറുണ്ട്, നാളെ വന്ന് ബ്ലഡ് അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ നീതുവിനുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ഇത് മോണിറ്റർ ചെയ്ത് തുടങ്ങി. അപ്പോഴത്തേക്കും എൻ്റെ ബി പി എന്നൊക്കെ പറയണത് ഒരു 70/40, 50 ആ റേഞ്ചിലൊക്കെ, ആ ഒരു റേഞ്ചിലാണ് ബി പി പൊയ്ക്കൊണ്ടിരിക്കുന്നത്, കുറഞ്ഞ് കൂടി അങ്ങനെ ഒരു റേഞ്ചിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ ഈ രാത്രി വരെ മോണിറ്റർ ചെയ്തു. അപ്പോൾ നമ്മൾ അവരടുത്ത് പറഞ്ഞ് നമ്മളൊരു അടുത്ത ഹോസ്പിറ്റലിലോട്ട് പോട്ടെ, അപ്പം നമ്മൾ അങ്ങോട്ട് വരട്ടെ എന്നാണ് ആദ്യം ചോദിച്ചത് സൺഡേ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വേണ്ട, ഇന്ന് ഹോസ്പിറ്റൽ അടപ്പാണ്, കുഴപ്പമില്ല, ഇതൊക്കെ നോർമലാണ്, ടെൻഷനൊന്നും അടിക്കണ്ട, 2 ലിറ്റർ വെള്ളമൊക്കെ കുടിച്ചാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മെസ്സേജ് വെച്ചു. ഡോക്ടർ പറഞ്ഞതാണ് 2 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി, അധികം വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും വേണ്ട എന്നും പറഞ്ഞ് ഡോക്ടർ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ നമുക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, അപ്പം നമ്മളും വിചാരിച്ചു ഇത് ചിലപ്പോൾ ഒരു സർജറി കഴിഞ്ഞുകൊണ്ടായിരിക്കും, ഈ ബി പി ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞുകൊണ്ടായിരിക്കും ഇത്രയും ലോ ആയിട്ട് വരുന്നത് എന്ന് വിചാരിച്ച് നമ്മളും, അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇന്ന് അവിടെ ഹോസ്പിറ്റലില്ലെങ്കിൽ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നാളെ ഇങ്ങോട്ട് വന്നാൽ മതി, നാളെ രാവിലെ വന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന്. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ആയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അങ്ങ് വയ്യാണ്ടായിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് പറയുന്നുണ്ട് അവരുടെ അടുത്ത്, എനിക്ക് വയ്യാണ്ടാവണം, എനിക്ക് ഇത് മുകളിലോട്ടൊന്ന് സ്റ്റെപ്പ് ഒന്ന്, അപ്പോൾ ഒരു താഴെ കെയർ ചെയ്യാം, താഴെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റിന് ഫെസിലിറ്റി ഉണ്ട്, താഴെ കിടത്താം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് എനിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല എന്ന് ഞാൻ അവരെ വിളിച്ച് ഇൻഫോം ചെയ്യുകയാണ്.
അപ്പോഴും അവർ അങ്ങനെ ചെന്ന് അവിടെ കിടത്തിയപ്പോൾ അവർ പറഞ്ഞ് ട്രിപ്പൊക്കെ ഇട്ടാൽ മതി, ട്രിപ്പ് ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ട്രിപ്പ് ഇടുന്നു, BP കുറയുന്നില്ല, ഇതൊന്നും പറയുന്നില്ല. ചേഞ്ച് BP ഇങ്ങനെ കുറഞ്ഞ് തന്നെ നിൽക്കുകയാണ് എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞാൽ ആയിക്കും ബെറ്റർ ആവുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അപ്പോഴും എനിക്ക് ശ്വാസം മുട്ടൽ തുടങ്ങി, തലേന്ന് പനി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ബുദ്ധിമുട്ട്, തലകറക്കം പോലെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ട്രിപ്പ് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞ് ഹോൾ ബ്ലഡ് അറേഞ്ച് ചെയ്യണം. ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞ് അവിടെ ബ്ലഡൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നീട് ഹോൾ ബ്ലഡ് അറേഞ്ച് ചെയ്യണം. അങ്ങനെ ഹസ്ബൻഡ് ഒരു ഡോണറിനെ അറേഞ്ച് ചെയ്ത് PRC പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ PRC കൊണ്ടുപോകുന്നു. PRC പോയി എല്ലാം അറേഞ്ച് ചെയ്ത് ബ്ലഡ് ഇടാനും തുടങ്ങി. അപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ, എനിക്ക് ഒട്ടും വയ്യാണ്ടാവുന്ന ഇതെങ്ങനെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു അത് കുഴപ്പമില്ല, അത് ചേഞ്ചസ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, നീ ഇത് പേടിക്കണ്ട, ടെൻഷനൊക്കെ അടിക്കുന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് ഇത് മാറും, ഒരു BP കുറയണതല്ലേ, ഒരു സർജറി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്, ഇങ്ങനത്തൊക്കെ കഴിയും, ഈ ബ്ലഡ് എല്ലാം അടച്ച് തീരുമ്പം ഇത് ഓക്കെ ആയിക്കോളും എന്നുള്ള രീതിയിൽ നമ്മളടുത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഹസ്ബൻഡിന് അധികം നേരമൊന്നും അവിടെ നിർത്തിയൊന്നുമില്ല, ഈ ബ്ലഡ് എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമായിരുന്നു. പിന്നെ അതിനുശേഷം ഈ ഡോക്ടർ ഷെനാൾ ശശാങ്കനുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? ഇതിനൊക്കെ ശേഷം ഈ ഷെനാളുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? മാത്രമല്ല ഈ നമ്മുടെ ഡിസ്ചാർജ് സമ്മറിയിൽ കഴക്കൂട്ടത്താണ് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും അതിലെ അഡ്രസ്സ് ഇവരുടെ പൂട്ടിപ്പോയ ഒരു ആശുപത്രിയിലാണെന്ന് അന്ന് കേട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു തട്ടിപ്പിനുള്ള പരിപാടിയാണോ നീതു? അതെ, അതായത് ഞാൻ ഈ വയ്യാണ്ട് തിങ്കളാഴ്ച രാവിലെ ചെല്ലുമ്പോൾ ഷെനോൾ ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, ഷെനോൾ ഡോക്ടറാണ് പറയുന്നത് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, അത് ബ്ലഡ് അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, നീ ഇതിന് വേറെ പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് അങ്ങനെ ഇതായിട്ട് പറയുകയാണ്. പക്ഷേ എനിക്ക് 7 മണിക്ക് എന്നെ ഇവർ പറയുന്ന കുറച്ചും കൂടെ ഒരു നല്ല ഫെസിലിറ്റിയിലോട്ട് മാറ്റണം, അതായത് ഒരു ചെറിയൊരു അങ്ങനെയും പറയുന്നില്ല, കുറച്ചും കൂടെ ഒരു സ്കാനിങ് ഒക്കെ എടുക്കണം, കുറച്ചും കൂടെ ടെസ്റ്റുകൾ എടുക്കണം, നീ ആ ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല, അതുകൊണ്ട് അനന്തപുരിയിലോട്ട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് അനന്തപുരിയിലോട്ട് മാറ്റുകയാണെന്ന് പറയുന്നു. അങ്ങനെ അവിടെ തന്നെ 7 മണി അടുപ്പിച്ച് എന്താണ് പറയുന്നത്, 8:15 അടുപ്പിച്ചാണ് എന്നെ അനന്തപുരിയിൽ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം നോക്കണം. ഞാൻ അനന്തപുരിയിൽ എത്തുന്നതും എനിക്ക് കാർഡിയാക് അറസ്റ്റാണ്. എന്നെ ഇന്നോവ കാറിലാണ് കൊണ്ടുപോയത്. അപ്പോൾ എന്തെങ്കിലും ഒരു 5 മിനിറ്റ് മുന്നേ ആണ് എനിക്ക് ഈ കാർഡിയാക് അറസ്റ്റ് വന്നിരുന്നെങ്കിൽ ഞാൻ ആ കാറിലിരുന്ന് മരിച്ചു പോകത്തേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വേറെ ഒന്നും തരാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ ആ ഒരു ലാഗ്, അടുത്ത് വേറെ കിംസ് എന്ന് പറഞ്ഞാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് പോലും എന്നെ അങ്ങോട്ട് മാറ്റിയില്ല. ഇത്രയും വൈറ്റൽസ് കുറവാണ്, ഓക്സിജൻ പോലും തീരെ ഇല്ല, എടുക്കുന്നില്ല, ശ്വാസം മുട്ടലാണെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? അത് ഇവർ ഡോക്ടേഴ്സാണല്ലോ, അപ്പോൾ അവർ എന്താണ് അടുത്തുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കല്ലേ മാറ്റേണ്ടത്? എനിക്കെന്ന് പറഞ്ഞൊരു സർജറി കഴിഞ്ഞിട്ടൊരു പോസ്റ്റ് കെയർ ട്രീറ്റ്മെൻറ്റും കിട്ടിയില്ല. എന്നെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ എനിക്ക് വയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കണം ആ കുട്ടിക്ക് വയ്യാണ്ടാവും, അല്ലെങ്കിൽ ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച രാത്രി ഒരു 7 മണി വരെ എനിക്ക് BP കുറഞ്ഞാണ് ഇരിക്കുന്നത്, കണ്ടിന്യൂസ്ലി കുറയാണ്, ട്രിപ്പ് ഇട്ടിട്ടും കയറുന്നില്ല, ബ്ലഡ് ഇട്ടിട്ടും കയറുന്നില്ല. അപ്പോൾ ഇത്രയും നല്ല ഡോക്ടേഴ്സ്, ഞാൻ ഈ വയ്യാണ്ടായി ഞാനിങ്ങനെ അന്വേഷിക്കുമ്പോഴാണ്, നമ്മളിങ്ങനെ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഇത്രയും BP കുറഞ്ഞ് അവിടെ വെച്ചിരുന്ന സമയത്ത് ഏതെങ്കിലും കുറച്ചൊരു നല്ല ഫെസിലിറ്റിയിലോട്ട് മാറ്റിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തില്ലായിരുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു വിഷമം തോന്നിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത് ആ ഡോക്ടറിൻ്റെ തെറ്റല്ലേ. ഞാൻ സർജറി കഴിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് വയ്യാണ്ടാവുന്നു. രാവിലെ തിങ്കളാഴ്ച മൊത്തം എന്നെ അവിടെ ഇട്ടിരുന്നു. ഒരു ഉച്ചയ്ക്കെങ്കിലും എന്നെ വേറൊരു ഹോസ്പിറ്റൽ, ഇവർ ഇത്രയും ചെയ്തിട്ട് മാറ്റില്ല, അവർക്കറിയാം അവിടെ ഫെസിലിറ്റി ഇല്ല, CT സ്കാൻ പോലത്തെ ഇത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. എന്നാൽ ഇവർ ഈ കോംപ്ലിക്കേഷനെ പറ്റി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. എങ്കിൽ നമ്മളെങ്കിലും അത് ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളെങ്കിലും ഒന്ന് മാറ്റിയേനെ. എന്നാൽ ഈ കോംപ്ലിക്കേഷൻ അറിയാവുന്നവർ പോലും വീണ്ടും അവിടെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടിരുന്നു. ഈ സർജറി കഴിഞ്ഞ് തരേണ്ട കെയറും തന്നില്ല. ഞാൻ ഇങ്ങനെ വയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ വേറെ ഫെസിലിറ്റിയിലോട്ട് മാറ്റിയില്ല. എനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ ഈ കൈ മുറിക്കുന്നതിൻ്റെ ആ ഒരു സർജറിയുടെ ഭാഗമായിട്ട് ആശുപത്രി കിടക്കുമ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് വന്ന് പറയുന്നു ഇതുപോലത്തെ ഒരു സിമിലർ കേസ് ആ ഹോസ്പിറ്റലിൽ തന്നെ ആ ഡോക്ടറിൻ്റെ അണ്ടറിൽ വന്നിട്ടുണ്ട്, ഇതുപോലെ BP കുറഞ്ഞ ഒരാൾ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിച്ചിട്ടുണ്ട്.
അപ്പോൾ പുള്ളിയും പറഞ്ഞിരുന്ന സിംറ്റംസ് ഇതാണ്, എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് വയ്യ, BP കുറയുന്നു, BP കുറയുന്നു. പുള്ളി ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിച്ചു. ഞാനും പറയുന്ന സെയിം സിറ്റുവേഷനാണ്, എനിക്ക് വയ്യാണ്ടാവുന്നു, BP കുറയുന്നു. നമ്മൾ അയച്ചു കൊടുക്കുകയാണ് അവർക്ക് ഈ BP. എന്നിട്ടും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടും അത് മുഖവിലക്കെടുത്തില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. മാത്രമല്ല മെഡിക്കൽ എഞ്ചിനീയറായ നീതുവിന് ഉണ്ടായ നഷ്ടം അപരിഹാര്യമാണ് എന്ന് പറഞ്ഞാൽ അതുള്ള ഇനി കൃത്രിമ വിരലൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാം. പക്ഷേ കുറേ വിരലുകൾ നഷ്ടമായെന്ന് മാത്രമല്ല 10-27 ദിവസം അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയേണ്ടി വന്നു, വെന്റിലേറ്റർ സഹായം തേടേണ്ടി വന്നു, അനന്തപുരിയിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ കൂടി കടന്നു വന്നിരിക്കുകയാണ്. ഇത്രയൊക്കെ ആയിട്ട് മെഡിക്കൽ ബോർഡ് പറയും യാതൊരു ചികിത്സാ പിഴവും ഇല്ലെന്നാണ് കേട്ടോ മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട്. അത് എത്തിക്സ് സമിതി എടുത്ത് കളഞ്ഞേ. അപ്പോൾ നമുക്ക് നോക്കാം അത് ഏതറ്റം വരെയാണ് പോകുന്നത്, ഇനി ആരെയൊക്കെ ഏതൊക്കെ അവസ്ഥയിൽ വെള്ളപൂശാൻ നോക്കുന്നു എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും നീതു ആ പോരാട്ടം തുടരൂ.